ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ദേശീയ ടീമിന്റെ പരിശീലകനായിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടി തന്നെ തുടരും എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. 2030 വരെ അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റ് പുതുക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് R7 എസ്പോർട്ടസ് ഇന്നലെ നൽകിയിട്ടുണ്ട്. അതായത് ബ്രസീൽ വേൾഡ് കപ്പിൽ നിരാശപ്പെടുത്തിയിട്ടുണ്ട്, ആഞ്ചലോട്ടി വേൾഡ് കപ്പിൽ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന്റെ സാലറി CBF വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പുതിയ കോൺട്രാക്റ്റ് പ്രകാരം 20% അദ്ദേഹത്തിന്റെ സാലറി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഫുട്ബോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സാലറി കൈപ്പറ്റുന്ന നാഷണൽ ടീമിന്റെ പരിശീലകൻ അത് കാർലോ ആഞ്ചലോട്ടിയാണ്. 10 മില്യൺ യൂറോയാണ് ഒരു വർഷത്തിന് സാലറി ആയിക്കൊണ്ട് ആഞ്ചലോട്ടി കൈപ്പറ്റുന്നത്. അതിൽ 20% വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇനി മുതൽ 12 മില്യൺ യൂറോ ആയിരിക്കും സാലറി ആയിക്കൊണ്ട് ഒരു വർഷം കാർലോ ആഞ്ചലോട്ടിക്ക് ലഭിക്കുക. അങ്ങനെ 2030 വരെ 12 മില്യൺ യൂറോ അദ്ദേഹത്തിന് സാലറി ലഭിക്കും എന്നുള്ളതാണ്. കൂടാതെ ഇത്തവണത്തെ വേൾഡ് കപ്പ് വിജയിച്ചിരുന്നുവെങ്കിൽ 5 മില്യൺ യൂറോ ബോണസ് ആയിക്കൊണ്ട് അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു. പക്ഷെ അത് ഇനി അദ്ദേഹത്തിന് ലഭിക്കില്ല, കാരണം വേൾഡ് കപ്പ് നേടാൻ ബ്രസീലിന് സാധിച്ചിട്ടില്ല. അതേസമയം അടുത്ത 2030 വേൾഡ് കപ്പിലും ഈ ബോണസ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട്. അതായത് അടുത്ത വേൾഡ് കപ്പ് നേടാൻ കഴിഞ്ഞാൽ വലിയ ഒരു തുക കാർലോ ആഞ്ചലോട്ടിക്ക് ബോണസ് ആയിക്കൊണ്ട് നൽകാൻ CBF ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് R7 എസ്പോർട്ടസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കാർലോ ആഞ്ചലോട്ടിയുടെ ബ്രസീൽ നിരാശപ്പെടുത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ സാലറിയുടെ കാര്യത്തിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, സാലറി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി 2030 വരെ ബ്രസീലിന്റെ പരിശീലകനായിക്കൊണ്ട് അദ്ദേഹം തന്നെയായിരിക്കും ഉണ്ടാവുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.